അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ പരിഹാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളുണ്ട് ഈശോയെ, കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി, കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേക്ക് കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലുക്ക 13:21 വായിച്ചേ. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? എന്താ കാര്യം അറിയാവാ? ആർക്കും മുമ്പോട്ട് വചനമുണ്ട് അവിടെ, അത് വായിച്ചേ. അതിന്റെ മുകളിലുള്ള വചനം വായിച്ചേ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കക്ഷികളാ നിൽക്കണത്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു ആളാണിത്. എല്ലാ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും, പട്ടണം ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും. എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. കേട്ട് കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി മാനാണ്. പക്ഷേ ഈ ഓർഡിനറി മാൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്ത് എല്ലാം ഉണ്ടാവും. കർത്താവിൻ്റെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയും പകരും നാട്ടിലും നഗരത്തിലുമൊക്കെ ഇയാളെ കാണും. അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊതിയോടുകൂടി കേട്ടു. ഇപ്പം എനിക്ക് മനസ്സിലായത് രക്ഷപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണെന്നാണ്. ശരിയാണോ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ? എന്താ ഈശോ പറയണമെന്ന് പാടി? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്താ സംഭവം എന്ന് പറയാം? അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഫിൽട്ടറിങ് ആണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ കുറച്ച് പേർ കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട്. അപ്പോൾ അത് കൊമ്പുദോറായി അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് 1 സ്റ്റാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ ടൈം ഉണ്ട് ഇനിയും. അപ്പോൾ ഒരു പക്ഷേ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റാറാവെല്ലാം കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ്. വെച്ചാൽ ആ 1 സ്റ്റാർ കൃപയുടെ 1 സ്റ്റാറുള്ളവരുണ്ടാവും, 2 സ്റ്റാറുള്ളവരുണ്ടാവും, 3 സ്റ്റാറുള്ളവരുണ്ടാകും. അത് കഴിഞ്ഞ് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തിന് വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും, അല്ലാതെ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു, എന്താണ് അച്ഛാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും. പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ, അത് ശരിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പേര് ജോസ്മിൻ. ഞാൻ കടുമനിട്ട മർത്തോമ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജനുവരി 14 ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇപ്പം ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരനെ പറ്റിയാണ്. ഇതാണ് എൻ്റെ സഹോദരൻ, ജോബിൻ എന്നാണ് പേര്. അച്ഛൻ സൗദിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു എക്സാം, അതായത് അരാംകോ ലെവൽ 1 കാറ്റഗറിയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി വെച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് ഡേറ്റ് കിട്ടാൻ, അതായത് എക്സാം സ്കെഡ്യൂൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഈ ഒരു എക്സാം സ്കെഡ്യൂൾ ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ലെവൽ 2 എക്സാം ഓൾറെഡി പാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും എല്ലാവർക്കും ഡേറ്റ് കിട്ടുന്നത്, കിട്ടിയാലും ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഡേറ്റ് 2024 ഡിസംബർ 31 ബ്രദറിന് ഡേറ്റ് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉടമ്പടിയായിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഡിസംബർ ഒരു തുടക്കമായപ്പം എന്നോട് ബ്രദർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ ഡിസംബർ 31 ഡേറ്റ് വെക്കണ്ട, എനിക്കത് കിട്ടത്തില്ല എന്തായാലും, നീ ഒരു 2025 ഫെബ്രുവരിയോട് നീ വെക്ക്, അപ്പം കിട്ടാൻ വെക്ക്, അല്ലാതെ എനിക്ക് ആവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഞാൻ വെച്ച ഉടമ്പടി വിഷയം മാറ്റത്തില്ല, ഡേറ്റും മാറ്റത്തില്ല, ഞാൻ വെച്ചത് ഡിസംബർ 31 ഇനി അത് അന്നേരത്തേക്കായില്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അത്ഭുതം എന്നോണം അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക്, ഞാനൊരു നേഴ്സാണ്, എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡിസംബർ 30 എക്സാം സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നീ 31 ഡേറ്റ് വെച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ അന്നാണെന്ന് പറഞ്ഞു. 30 അച്ഛൻ എക്സാം എഴുതി, ആ എക്സാം പാസ്സായി. ഇപ്പം ലെവൽ 1 റിഗ് എഞ്ചിനീയറായിട്ട് ജോൺസൺ അറാംകോയുടെ കാറ്റഗറിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് സൗദിയിൽ. രണ്ടാമത്തേതായിട്ട് സാക്ഷ്യം പറയുന്നതും എൻ്റെ സഹോദരൻ്റെ തന്നെ വിവാഹ വിഷയമായിരുന്നു. ആ വിവാഹത്തിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാൾക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു, ആ തടസ്സങ്ങളൊക്കെ കാണാൻ നീങ്ങിപ്പോയിരുന്നു. അത് ഞാൻ ഉടമ്പടി വിഷയമായിട്ട് വെച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 14 അവരുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ തന്നെ ഒരു ഒവേറിയൻ സിസ്റ്റിനെ പറ്റിയാണ്. റൈറ്റ് ഓവറിയിൽ എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റ് അത്യാവശ്യം ഗ്രോത്ത് ഉള്ള ഒരു സിസ്റ്റായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അത് ടോർഷനായി, അതായത് അകത്ത് കിടന്ന് കറങ്ങിയാണ്. അപ്പം ഇത് സർജറി ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് എനിക്കിതുപോലെ വയറിന് ഒരു മാസം ആയിട്ടില്ലാന്ന് തോന്നുന്നു, അത് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ആയിട്ട് ഇത് ചെക്ക് ചെയ്യണം, ഇത് ഗ്രോത്ത് കൂടിയതാണോ അതോ ടോർഷനാണോ എന്താണെന്ന് അറിയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വൈകുന്നേരം ഞാൻ പോയി ചെക്ക് ചെയ്തു. അതിൻ്റെ സൈസ് വളരെ നന്നായിട്ട് തന്നെ കുറഞ്ഞ ഒരു 6.5 ആയിരുന്നു എൻ്റെ ബിഗിനിങ്ങിൽ. അത് കഴിഞ്ഞ് അത് 5.4 കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞൊരു കുറവൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തപ്പം അത് 3.3 കുറഞ്ഞ്, അതായത് വളരെ ചെറുതായിട്ട് തന്നെ കുറഞ്ഞ് അത് മാറുന്ന രീതിയിൽ തന്നെ ആയി. ഇപ്പം എനിക്ക് പെയിനും കാര്യമൊന്നും ഇല്ല. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഈ 2025 ഏപ്രിൽ 5 എൻ്റെ ഫാദറിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ആ സമയത്ത് ഞാൻ വർക്കിങ്ങിലായിരുന്നു. എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസായിട്ട് ഞാൻ ലീവ് എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോയി കയറിയതിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് എനിക്ക് കോള് വരുന്നതും ഫാദറിന് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നതും. അപ്പോൾ എന്നോട് അമ്മയൊക്കെ പറഞ്ഞു, വരണ്ട, നീ അവിടെ നിൽക്കുക, എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞപ്പം SH ആണ്, അതായത് സബ്ബരക്കിനോട് ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷനാണ് തലയ്ക്കകത്ത്. പപ്പയ്ക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൂന്ന് ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ ജോലി നിർത്തിയതാണ്, പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഞാൻ ഡ്യൂട്ടിക്കൂന്ന് ഇറങ്ങി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ തിരുവല്ല പുഷ്പഗിരിയിലാണ് പപ്പായ റെഫർ ചെയ്ത് തിരുവല്ലയിലാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് ഞാൻ പപ്പായെ കണ്ടു കഴിഞ്ഞപ്പം ബെയർലി റെക്കഗ്നൈസ് എന്ന് പറയുന്ന പോലെയൊക്കെ പപ്പായെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം അത് പപ്പായാണ്. പക്ഷേ രൂപമൊക്കെ വേറൊരാളുടെ പോലെ, തലയും മുഖവും കണ്ണും എല്ലാം പോയി. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഞാൻ പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പപ്പായ ആ ഒരു സാഹചര്യത്തിൽ കാണേണ്ട വന്നപ്പം എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഇത് നോർമലായി കാരണം ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ മൾട്ടിപ്പിൾ സൈറ്റിൽ സബ്ബരക്കിനോട് ഹെമറേജ് വന്നതും പിന്നെ അതുപോലെ ഒരു സിംഗിൾ സൈറ്റിൽ സബ്ഡ്യൂറൽ ഹെമറേജ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിരുന്നു പപ്പയ്ക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നോർമലാകുമെന്ന് ഞാൻ ഒത്തിരി വിചാരിച്ചു. കാരണം ഞാൻ തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരൊന്നും പെട്ടെന്നോ അല്ലെങ്കിൽ ഒരു സർജറി കൂടാണ്ടോ അവർ പെട്ടെന്ന് റിക്കവറായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഞാൻ ICUയിൽ അഡ്മിറ്റായ അന്ന് പപ്പയുടെ രൂപം കണ്ടാൽ നമുക്ക് പല്ലയിലൊക്കെ ചോരയായി, മോന്ത മുഴുവൻ ചോര, മുഖമൊന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം റിപ്പീറ്റ് CT എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ അമ്മ ചെന്ന് കണ്ടപ്പം
പപ്പ പഴയ പോലത്തെ മുഖവും, പപ്പ ചിരിച്ചുകൊണ്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ചു കൊച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ അന്ന് ക്ഷീണം കൊണ്ട് ഞാൻ രാവിലെ ഉറങ്ങുമായിരുന്നു, ഞാൻ പോയില്ല. ക്ഷീണം കൊണ്ട് പപ്പ മമ്മിയോട് ചോദിച്ചു കൊച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇപ്പോൾ പപ്പ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ചെറിയ ക്ഷീണമൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മുടിപൊഴിച്ചിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മുടിപൊഴിച്ചിലും നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിപൊഴിച്ചിൽ നന്നായിട്ടുള്ള ഒരാളുടെ മുടിപൊഴിച്ചിൽ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അത് ഞാനായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് കഴിഞ്ഞ് നല്ല കുറവുണ്ട്, നല്ല മുടിപൊഴിച്ചിലിൻ്റെ കുറവും കാര്യമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അയർലൻഡിൻ്റെ OET പാസ്സായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയർലൻഡ് ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പോൾ പൊതുവേ കിട്ടുന്നില്ല, വർഷങ്ങളായാലും ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ വെച്ചിരുന്നു എൻ്റെ ഏജൻസി ത്രൂവിൽ. അപ്പോൾ ആ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ മറ്റൊരു ആളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നിച്ചാണ് ഷെഡ്യൂൾ ചെയ്തത്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവറും ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഇവർ സെലക്ട് ചെയ്താലാണ് നമുക്ക് മെയിൻ ഇൻ്റർവ്യൂലോട്ട് കിട്ടുക. അപ്പം ഞാൻ ആകെ പെങ്കൊച്ചൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും പാസ്സായിട്ടില്ല, ഇതൊരു വർഷത്തിന് ശേഷം വരുന്ന ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യണം, നിങ്ങളായിട്ടില്ല ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അവിടെ ചെന്നു ഭയങ്കര മനപ്രയാസത്തോടെയാണ് അന്ന് ജോലി ചെയ്തതും. പിറ്റേ ദിവസം രാവിലെ ആയപ്പം അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വണ്ടിയിൽ കയറി റൂമിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെന്നിട്ട് 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് കിടന്നു, ഇൻ്റർവ്യൂവിന് പാസ്സാക്കി തന്നതിന് നന്ദി പറഞ്ഞിട്ട് കിടന്നു, നിന്നെ ഇന്ന് അവർ വിളിക്കും എന്ന് പറഞ്ഞു. എപ്പോഴും തിരിച്ച് ഞാൻ എന്തിനും പറയും. അന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സ്ക്രീനിങ് ഇൻ്റർവ്യൂ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കിടന്നു. കൃത്യം ഒരു 12:30 ആയപ്പം എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ക്രീനിങ് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഈ മാസം 25, അതായത് ജനുവരി 25 നിനക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, മാരിയോട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 24, അതായത് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാനിവിടെ വന്ന് പുറത്തുള്ള കാവൽ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഈ വലതുകരം പിടിച്ചിറങ്ങി വരണം, കാരണം എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കഴിവില്ല, ഞാൻ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളത് 0 മെറിറ്റിലുള്ള ഒരാളുമാണ്. എനിക്ക് കൂടാതെ ഈ ഇടത്തെ ചെവിക്ക് ഒരിച്ചിരി കേൾവി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ആൾക്കാർ പറയുന്നത് ശരിയല്ല കേൾക്കുന്നത്, അതായത് തിരിച്ചൊക്കെയാണ് ഞാൻ കേൾക്കുക. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ദൈവമേ, ഒരു ഐറിഷ് ലേഡിയും ഖുറേഷ്യ ലേഡിയും ഇൻ്റർവ്യൂ എടുക്കുന്നത്, ഇവർ പറയുന്നത് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റു വല്ലതും തിരിച്ചുത്തരം പറയുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പകരം അമ്മ സംസാരിക്കണം, എനിക്ക് പകരം അമ്മ കേൾക്കണം. ഞാൻ അത് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. 25-ന് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ ഇത്രയും കാലം സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ ഞാൻ അന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു. എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ നന്നായി സംസാരിച്ചു എന്ന്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിന്നോട് താങ്ക് യു പറയട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ട് ഞങ്ങളുടെ ഒരു പ്ലഷറായിട്ട് കരുതുന്നു, നിന്നെപ്പറ്റി ഏറ്റവും നല്ല ഫീഡ്ബാക്ക് പറയും എന്ന് പറഞ്ഞു. കാരണം 13 പേര് രാവിലെ കയറി ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഒരാളാണ് ആകെ സെലക്ട് ആയിരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ സെറ്റിൽ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു, ആരെ സെലക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ നേഴ്സുമാർ കോമൺ സെൻസ് ഇല്ലാത്ത ഉത്തരം പറഞ്ഞ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ തന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുകയാണ്, സോ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് ഒക്കെയാണ് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ ഫയലിൽ വെച്ചിട്ടാണ് പോയത്, ഓൾറെഡി എടുത്തിട്ടാണ് പോയത്, ഫയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് 2 ഉപയോഗിച്ചിട്ട് ഫയലിലും തേച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകും. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെപ്പറ്റി നല്ല ഫീഡ്ബാക്ക് പറയും. അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായത്. അതിൻ്റെ ഫർദറായിട്ടുള്ള പ്രോസസ്സിംഗ് ഒന്നും നടന്നിട്ടില്ല, നടക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ പലരും സാക്ഷിയൊക്കെ പറയാറുണ്ട്, അമ്മ മാതാവിനെ സ്വപ്നം കണ്ടു, രൂപങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്താ എന്നെ വന്ന് കാണാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ, അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ സാക്ഷ്യം പറയുന്നത് കേട്ടു. ആ ചേട്ടന് മാതാവിൻ്റെ രൂപത്തിൽ, ഈ അകത്തുള്ള അമ്മ മാതാവിൻ്റെ രൂപത്തിൽ തൊടാൻ പറ്റാഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പം മെഴുകുതിരിയിലൊരു രൂപം തെളിഞ്ഞത് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം ഞാനത് പ്രാർത്ഥിച്ചു, എനിക്കും അങ്ങനെ രൂപങ്ങളൊക്കെ തരാം കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, നീ മെഴുകുതിരിയിലോട്ട് നോക്ക്, നിനക്ക് അമ്മയുടെ രൂപം കാണാൻ പറ്റും, എന്നിട്ട് അത് കയ്യിലെടുത്തോ എന്നിങ്ങനെ മനസ്സ് പറയണം. അപ്പം ഞാൻ കണ്ണ് തുറന്ന് എൻ്റെ മെഴുകുതിരി ചരിച്ചിട്ട് അവത്തേലിരുന്ന് ഒരു രൂപം പോലൊക്കെ തോന്നിയിട്ട് ഞാൻ കയ്യിലെടുത്തു. ആ രൂപം ഞാൻ കാണിക്കാം. എത്ര കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല, വളരെ ചെറുതാ. ഇതാ രൂപം. എത്ര തെളിയുന്നു എത്ര കാണുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമ്മുടെ അൾത്താരയിലിരിക്കുന്ന അമ്മ മാതാവിൻ്റെ അതേ രൂപം തന്നെയാണ്. അതുപോലെ തന്നെ തിരിയിൽ എനിക്ക് രൂപം ഈ മറ്റേ പല പല രൂപങ്ങളായിട്ട് തെളിയുന്ന ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ രൂപങ്ങളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഇതായിട്ടും റോസപ്പൂൻ്റെ ഇതായിട്ടൊക്കെ കിട്ടും. അമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ച് കാണിക്കാറുമുണ്ട്. അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് പറയായിരുന്നു. ഞാൻ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് മെഴുകുതിരിയിൽ വന്ന രൂപം ഒരു തിരിയിൽ തന്നെ ലവിൻ്റെ രൂപമാണ്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതിനകത്ത് ഒരു തിരുഹൃദയം ഇരിക്കുന്നത് പോലെക്ക് ഞാനവിടെ സിസ്റ്ററിനെയും കാണിച്ചിരുന്നു. അതെൻ്റെ ഫോണിലുണ്ട്. അത് ശരിക്കും സൂം ചെയ്ത് നോക്കിയാലേ തിരുഹൃദയം കാണത്തുള്ളൂ, പക്ഷെ ലവിൻ്റെ ഷേപ്പ് ശരിക്കും കാണാൻ പറ്റും. പിന്നെ പല രീതിയിലുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിന്ന് ഇവിടെ വന്ന് നിൽക്കാനും നന്ദി പറയാനും സാധിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോട് ഈശോപ്പിച്ചനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ കൊണ്ട് പത്രം കൊടുക്കാറുണ്ട്, ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. അവരുടെ വേദന പങ്കുകൊള്ളാൻ പറ്റുന്നവരുടെ അടുത്തൊക്കെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുടെ അടുത്തൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പറ്റുന്നത്. പിന്നെ ഉള്ളത് എനിക്ക് ഞാനിപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ്. പറ്റുന്ന സഹായങ്ങൾ ഈ അനാഥാലയത്തിലൊക്കെ ആഹാരം കൊടുക്കുന്നതിനകത്ത്, വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കുന്നതിനകത്ത് ഒരു എമൗണ്ട് എൻ്റെ ഒരു പാർട്ടൂടെ ഞാൻ ഇടും. പിന്നെ പൊതിയൊക്കെ കെട്ടി വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതിനകത്തും പങ്കാളിയാകും. പിന്നെ എൻ്റെ ഇതായിട്ട് എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം ഇല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മോളി പാട്രിക്, ഇതെൻ്റെ മോൻ കരോൾ പാട്രിക്. ഞങ്ങൾ വരുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. 2022 ജൂൺ 20 ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ 3 മാസം ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോയി. ഞാൻ ഉടമ്പടിയിലായിരുന്ന ഈ സമയത്ത് എൻ്റെ മകൻ മംഗലാപുരം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് അവന് അലർജി പോലെ തോന്നിക്കുന്ന ഒരു സിംറ്റംസ് ബോഡിയിലുണ്ടായി. ഹെഡേക്ക് ഉണ്ടാകുക, കണ്ണ് ചുവന്ന് വരിക, അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുള്ളു കൊള്ളുന്ന പോലെ ഒരു തോന്നൽ, ഇച്ചിങ്, അതുപോലെ തന്നെ ബോഡി ഹീറ്റാകുക, ഇങ്ങനെ കുറച്ച് സിംറ്റംസ് കാണിച്ചു. ഇതിങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ അവനോട് നാട്ടിലേക്ക് വരാൻ പറയുകയും ഞങ്ങൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് അവൻ്റെ ബ്ലഡിൻ്റെ അകത്തെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിരിക്കുന്നതായിട്ട് കണ്ടു. നേരത്തെ സാധാരണ ഒരു ടെമ്പറേച്ചറൊക്കെ വരുമ്പം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 13.8, 13.6 ആ ലെവലിലൊക്കെ ആയിരുന്നു ഹീമോഗ്ലോബിൻ്റെ ലെവലുണ്ടായിരുന്നത്. എന്നാൽ അന്ന് പരിശോധിച്ച സമയത്ത് 17.2 ആയിട്ട് ഹീമോഗ്ലോബിൻ ഉയർന്നതായി കണ്ടു. അവൻ്റെ സിംറ്റംസും ഈ ഹീമോഗ്ലോബിൻ ഉയർന്നതും കൂടെ കണ്ടപ്പോൾ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ആ ലെവൽ അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 1-2 ഡോക്ടേഴ്സിനോട് ഒപ്പീനിയൻ തേടിയതിന് ശേഷം ഞങ്ങൾ മംഗലാപുരമുള്ള KMC ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടി ഡോക്ടർ ഇവിടുന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ ഇനിയും ഇതിൻ്റെക്കാൾ കൂടുതലോ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണണം, ബ്ലഡ് വേണമെങ്കിൽ അധികം വരുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇന്ന് തന്നെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ ആ ടെസ്റ്റുകളെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ നടത്തി. ECG, എക്കോ, അൾട്രാസൗണ്ട് എന്ന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തി. ഈ പരിശോധന നടത്താൻ പോയപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. എൻ്റെ അമ്മയുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനും ഹസ്ബൻഡും വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, പക്ഷേ ഹീമോഗ്ലോബിൻ മാത്രം അങ്ങനെ ഉയർന്നു നിന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നെക്സ്റ്റ് മന്ത് വരണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ OPDയിലിരുന്ന് ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, എൻ്റെ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മയുടെ അടുക്കൽ ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ മോൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവല് അമ്മ ഈ നിമിഷം തന്നെ ഇടപെടണം, ഹീമോഗ്ലോബിൻ്റെ ലെവല് കുറയ്ക്കണം, അബ്നോർമൽ അവസ്ഥയിലേക്ക് പോകാതെ നോർമൽ സ്റ്റേജിൽ തന്നെ നിർത്തണം, ഒരു ബ്ലഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയോ ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു അവസ്ഥയോ വരുത്തരുതേ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നു.
ഞങ്ങൾ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇവൻ്റെ പരിശോധന നടത്തി. പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി കാശുരൂപ ഇവൻ്റെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ ഇടപെട്ടു. അവൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 17.2 നിന്ന് 14.6 ആയിട്ട് അമ്മ കുറച്ച് തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിട്ടില്ല, നോർമൽ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ തൊട്ട് സൗഖ്യം നൽകി. അവൻ മാത്രമല്ല അവൻ്റെ ബോഡിയിലെ കംപ്ലീറ്റ് സിംറ്റംസും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം ഇന്നോളം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതിനുശേഷം അവൻ്റെ ആ ജോലിയിൽ നിന്ന് അവനെ ഇറങ്ങി. ജോലിയില്ലാതെ ഒരു 1 മന്തോളം വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന സമയത്ത് അവന് ജോലിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം, മനപ്രയാസം ഉണ്ടായി. ഞങ്ങൾ കുടുംബസമേതം, ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇരുന്ന് കുടുംബസമേതം ഞങ്ങൾ കൊന്ത ചൊല്ലി വളരെ തീക്ഷ്ണമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധമ്മ ഇടപെട്ടു. ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണക്റ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവൻ ലെക്ചറായിട്ട് ജോലി കൊടുക്കുകയും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനോട് കൂടി അമ്മ അവനെ ഉയർത്തുകയും ചെയ്തു. ആ കണക്റ്റഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീഡിയ മാനേജറായിട്ട് ഉയർത്തി. സ്റ്റിൽ ഇപ്പോഴും അവൻ ആ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാനൊരു നിയോഗം ഇവന് വേണ്ടി എഴുതിയിട്ടിരുന്നു. ഈശോ ഏത് മേഖലയിലാണോ ഇവൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മേഖലയിലേക്ക് പരിശുദ്ധ ദൈവമാതാവേ നീ ഇവനെ കൂട്ടിക്കൊണ്ട് വരണേ, അമ്മ ഇടപെടണമേ, കൃപാസനം മാതാവെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു, ഒരു നിയോഗം വെച്ചിരുന്നു. ഈ 2025 ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ ഇവൻ്റെ ജോലി അമ്മ വർക്ക് ഫ്രം ഹോമിലേക്ക് ആക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇവൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ പഠിച്ച മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും അവൻ അവിടെ അന്വേഷിക്കാൻ പോവുകയും ചെയ്തു. ഈ സമയത്ത് HOD കണ്ട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ കോളേജ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി എന്നുള്ള കാര്യവും അവിടെ PhD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും. ഇവൻ പഠിച്ച സമയത്ത് ഇത് ഓട്ടോണമസ് കോളേജായിരുന്നു. മാതാവ് ആ സമയത്ത് അമ്മ അതിലേക്ക് അവനെ വഴി നടത്തുകയായിരുന്നു. അവൻ അവിടുന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, PhDക്ക് അപ്ലൈ ചെയ്യണോ? ഇതിനു മുമ്പ് PhDക്ക് അപ്ലൈ ചെയ്യുന്നോ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ ഒട്ടും അതിനെ ആഗ്രഹിക്കാത്തൊരു മകനായിരുന്നു. PhDക്ക് പോവുകയില്ല എന്ന് ശാഠ്യത്തോടെ തന്നെ പറഞ്ഞൊരു മകനായിരുന്നു. അതിനുശേഷം ഇവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ നെഞ്ചിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപമുണ്ട്, കാശുരൂപത്തെ പിടിച്ച് അമ്മയോട് നീ ചോദിക്കുക, അമ്മ എന്താണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് നീ ചെയ്യ്, ഞാനൊരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊന്ത ചൊല്ലി പരിശുദ്ധമ്മയുടെ ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻട്രൻസിൻ്റെ പേപ്പർ വന്നു. എൻട്രൻസിൻ്റെ പേപ്പർ വന്ന് ഇവൻ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി. എൻട്രൻസ് പരീക്ഷ 3 മണിക്കൂറോളമായിരുന്നു. എക്സാം എഴുതി തിരിച്ചു വന്നു. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ റിസൾട്ടും വന്നു. ഇവന് PhDയിൽ ഫിസിക്സിനാണ് എക്സാം എഴുതിയത്. അതിൽ എഴുതിയ കുട്ടികളിൽ 2nd റാങ്കോടെ അമ്മ പാസ്സാകാൻ, എൻട്രൻസ് എക്സാം പാസ്സാകാൻ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയാണ് അവയിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുവന്നതും അവനെ കരുതിയതും എല്ലാം അമ്മയുടെ കൃപ, ഈശോയുടെ കാരുണ്യം അത് മാത്രമാണെന്ന് അവനും ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് 8 മാസമായി അവൻ റിസർച്ചിൽ തുടരുകയാണ്. ഇതുവരെ അവന് മാതാവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലിനും എൻ്റെ കുടുംബസമേതം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. അവൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഇത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്, അവനും ബോധ്യമുണ്ട്. നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നേർച്ച വസ്തു ഉപയോഗിച്ച് തന്നെയാണ് അവൻ്റെ കരങ്ങളിൽ, അവൻ ദൂരെയാണ് ഇരിക്കുന്നെങ്കിലും അവൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവനും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഉടമ്പടിയോട് ചേർന്നാണ് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും എൻ്റെ ഉടമ്പടിയോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരും എൻ്റെ കൂടെ തന്നെയാണുള്ളത്. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് 2022 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് 6 വർഷം മുന്നേ ഇയർലി ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലുമായിട്ട് എനിക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. ഇയർ ബാലൻസ് പ്രോബ്ലം വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച്. വളരെ സിവിയറായിട്ട് വരുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാല, എൻ്റെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാല. ഞാൻ ഒത്തിരിയേറെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടാഷ്യം താഴും. ചില സമയങ്ങളിൽ ആംബുലൻസിന് വരെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലേക്ക്, വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുമായിരുന്നു. ഒരു 3 ആഴ്ചയോളം പിടിക്കാൻ എൻ്റെ തലയൊന്നും നേരെയാകാൻ, ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാലായിരുന്നു. ഈ അവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 പക്ഷേ ഞാൻ ഈ വിശുദ്ധ മണ്ണിൽ ചവിട്ടിയ സമയത്ത് തന്നെ
പരിശുദ്ധ ദൈവമാതാവ്, എൻ്റെ കാര്യം ഞാനിത് നിയോഗത്തിൽ വെച്ചിട്ടില്ല, പക്ഷേ അമ്മ എന്നെ ഓർത്തു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതിലൂടെ പോയെന്ന് എനിക്കറിയില്ല. അമ്മ ഇത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി തന്നു. ഞാൻ പല ENT ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു, ആർക്കും അത് പരിഹരിച്ചു തരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറയും വെർട്ടിഗോയാണ്, ബെർട്ടിൻ ടാബ്ലറ്റ് കഴിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച കഴിക്കും, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കും. എനിക്ക് മനസ്സിന് ഭയങ്കരമായ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കാനും അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് സ്റ്റാഫില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ എനിക്ക് പേടി. ഏത് സമയത്താണ് ഈ തലകറക്കം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അത്രയും മനസ്സ് എൻ്റെ വളരെ തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നത്. അതിൽ നിന്ന് പരിശുദ്ധ അമ്മ എനിക്ക് പരിപൂർണമായ വിടുതലാണ് അമ്മ എനിക്ക് നൽകിയത്. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഈ നിമിഷം ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ഈ ജനുവരി ഒരു നൈറ്റിലും മാർച്ച് മാസം ഒരു ഡേയിലുമായിട്ട് എനിക്ക് നേരിയ തോതിൽ ബാലൻസ് പ്രോബ്ലം വന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണേലും ഇതുവരെയും എനിക്ക് സെവിയറായിട്ടുള്ള ബാലൻസ് പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് ഇത് എടുത്തു മാറ്റിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് അമ്മയോട് ഈശോയോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. മാത്രമല്ല, നേരത്തെയൊക്കെ ഞാനൊരു 2 കൊന്ത രാവിലെയും വൈകുന്നേരം 2 കൊന്ത ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് കൊന്ത എത്ര കൊന്ത അർപ്പിച്ചാലും എത്ര കൊന്ത ചെല്ലിയാലും എനിക്ക് മടുപ്പ് വരികയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരിയേറെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് എൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നൊരു കൃപ എനിക്ക് അമ്മ നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ, കൃപാസനം പത്രത്തിൽ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ഇത് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കൃപാസനം പത്രം ഞാൻ കൊടുക്കുന്നു. അധികം കൃപാസനം പത്രം, ഒരു 80% കൃപാസനം പത്രവും ഞാൻ കൊടുത്തിരിക്കുന്നത് നോൺ ക്രിസ്ത്യൻസിനാണ്. അത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ അനുഭവസാക്ഷ്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് പങ്കുവെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അകത്ത് ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ടോക്ക്, ആരാധന, വളരെ ഭക്തിപൂർവ്വം ഒറ്റ ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും, അല്ലാത്ത സാക്ഷ്യങ്ങളെല്ലാം തന്നെ കൂടാനും അത് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, അതും ഒരിക്കലും മുടങ്ങാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ, എൻ്റെ പ്രൊഫഷനും അനുസരിച്ച് ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ പോവുകയും അവർക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഏത് ടെസ്റ്റുകളാണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുകയും, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ കാണാൻ പോവുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും, ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഫൈനാൻഷ്യലായിട്ടും ഫുഡായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും ഞങ്ങളെ കഴിവുള്ള വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു പോരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതിനെ ഒക്കെ മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ ഉടമ്പടിയായിട്ട് കരുതുന്നു. നിത്യത വരെയും എൻ്റെ ഈശോയോടും മാതാവിനോടും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. എൻ്റെ ഇന്നത്തെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നോളം നൽകിയ, ഇനിയും നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുകയും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നോബൽ ടോമി. ഞാൻ കോട്ടയം ജില്ലയിൽ വിജയം രൂപതയുടെ സെൻറ്റ് ബോനിബോസ് ഇടവയിൽ നിന്ന് കാണക്കാരിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ഇപ്പം ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിക്ക് കാരണഭൂതനായ ഒരമ്മയും കുഞ്ഞും, എന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ബേക്കറി 4 വർഷമായി ഒരു ബേക്കറി നടത്തുകയായിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടി ഈ മാർച്ചിൽ ആ ബേക്കറി എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കടബാധ്യതയായിരുന്നു എനിക്ക് കാരണം. വളരെയധികം ദിവസം ഞാൻ ഈ ലാസ്റ്റ് ദിവസം കട അടയ്ക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാനിത് എന്ത് ചെയ്യും, കട അടയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്ന സമയത്താണ് എൻ്റെ കടയിലേക്ക് ഒരമ്മയും കുഞ്ഞും കയറി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്നാ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാധനങ്ങളൊന്നുമില്ല മേടിക്കാൻ,
സാമ്പത്തികമായ ബുദ്ധിമുട്ടുമായി ഞാൻ തികച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വന്ന യുവതി എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ 1 മാസത്തെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ ഈ കടയിൽ ഇപ്പോൾ വന്നത്. ചേട്ടനറിയാവോ, ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള കൃപാസനത്തിൽ പോയിട്ടാണ് എനിക്കിന്ന് ഈ ശമ്പളം മേടിക്കാൻ സാധിച്ചതും ചേട്ടായുടെ കടയിൽ വരാനും സാധിച്ചതും. ചേട്ടായി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ചേട്ടായുടെ കടബാധ്യത മാറുകയും സന്തോഷത്തോടു കൂടി ചേട്ടയുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ആ മോൾ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ യുവതി എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവിക അനുഗ്രഹം കിട്ടുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരുവാൻ ഏകദേശം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി. വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടിയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്നതാണ്. ജപമാല ചൊല്ലി ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റില്ല ഉടമ്പടി ക്ലാസ്സിൽ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കാര്യങ്ങൾ നേടിത്തരണമേ, ഞാൻ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാ കാര്യങ്ങളും കടന്ന് ഞാൻ ഈ ഭാഗം വഴി ഇങ്ങനെ കറങ്ങി വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായി നിന്നു. ഞാൻ നോക്കുമ്പോൾ പലവരുടെയും കയ്യിൽ ഈശോ വിളക്ക് കൊടുത്തു, മാതാവിനെ കൊടുത്തു, തിരി കൊടുത്തു, അങ്ങനെ പലവിധമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഈശോയെ. എന്നാൽ വേണ്ട. ഞാൻ നോക്കിയപ്പം എൻ്റെ മുന്നിലൊരു ചേട്ടനായിരുന്നു മാതാവിനെ പിടിച്ചുകൊണ്ട് നിന്നത്. ഞാൻ ആ ചേട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ ചേട്ടനെ തൊട്ട് നിന്നോളാം. ഞാൻ അമ്മയെ തൊട്ട പോലെ തന്നെയാണ് ഞാനും തൊട്ടത്. ഒരു നിമിഷം ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന നിലത്ത് നിന്ന് പയ്യെ ഉയർന്ന പോലെയും സുഗന്ധ പരിമളം കൊണ്ട് എന്നെ തൊടുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിയല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിച്ചു. ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മാർച്ച് 15-ാം തീയതി എൻ്റെ കട ഞാൻ പൂട്ടി വീണ്ടും ഞാൻ ജോലിയില്ലാതെ ഭവനത്തിലിരുന്നു, ഉടമ്പടിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടൻ നമുക്ക് ജോലിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ കടബാധ്യത തീർക്കണം. അങ്ങനെ എൻ്റെ ഉള്ള വാഹനങ്ങൾ വിറ്റ് കട മുഴുവൻ ഞാൻ തീർത്തു. അങ്ങനെ മാർച്ച് 31 ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇസ്രയേലിൽ നിന്നൊരു വിളി വരണം, പക്ഷെ ആര് വിളിക്കും? ഒരു എംബസിയിലോ ഒരു ഏജൻസിയിലോ ഞാൻ പേര് ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 31-ാം തീയതി എനിക്കൊരു കോള് വരണം. അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് 31-ാം തീയതി രാവിലെയായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, 7:30 ആയപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കോള് പോലും വന്നില്ലല്ലോ. നമ്മൾ ഡേറ്റ് എഴുതി ഇടുകയും ചെയ്ത്. പലവരും പറഞ്ഞു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഡേറ്റ് എഴുതിയിട്ടിട്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ? അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 7:35 ആയപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയാവോ? അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും ഈ കോള് തരികയും അറ്റൻഡ് ചെയ്യുകയും ഞാൻ ചെയ്യുകയായിരുന്നു. അവിടെ തൊട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം തുടങ്ങി. യാതൊരു പൈസയുമില്ല. 19 ലക്ഷം രൂപ അടുത്തോളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, എല്ലാം നടക്കും ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ജൂണിൽ 2ാമത്തെ ഉടമ്പടിയിലോടുകൂടി ഞാൻ മുംബൈയിലേക്ക് പോയി ക്ലാസ് കൂടി. 2ാമത്തെ ഉടമ്പടി ഇരിക്കെ ചെയ്യുകയെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പാലിച്ച എല്ലാ കാര്യങ്ങളും, പക്ഷേ 2ാമത്തെ ഉടമ്പടി എനിക്ക് സാധിച്ചില്ല. പലതും മുടങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയും സമയം തെറ്റിയായിരുന്നു 2ാമത്തെ ഉടമ്പടി. ആദ്യം കത്തിയ പോലെ 2ാമത്തെ ഉടമ്പടി എനിക്ക് കത്തിയില്ല. ഞാൻ 2ാമത്തെ ഉടമ്പടി പൂർത്തീകരണത്തോടു കൂടി ഞാൻ വീണ്ടും ഇവിടെ വന്നു. മൂന്നാമത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ആഗസ്റ്റ് 11-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ ഇവിടെ ഇരിക്കുന്ന അസൈൻമെൻറ്റിൽ എനിക്ക് എത്ര മാർക്കാണോ അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കൂട്ടിയാൽ കിട്ടണം അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ചിറങ്ങി ഉടമ്പടി കൂടി. ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ഓരോ സാർമാരുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്ററിൻ്റെ പേരെനിക്കറിയത്തില്ല. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ ഇസ്രയേലിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കൊന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന. ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല. 1 മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വന്നതാണ്. ആരും വിളിച്ചില്ല. എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വന്നു. 1.5 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല.
നീ അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞ്, ഇത്രയും തിരക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഉടനെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, താഴേക്ക് ചെന്നിട്ട് അമ്മയുടെ മുൻപേ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീട്ടിട്ട് പറഞ്ഞണം, ഏറ്റെടുക്കുക അമ്മയെന്ന് നീ ഉറച്ച് വിളിച്ച് പറഞ്ഞിട്ട് നീ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക, നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 11-ാം തീയതി ഞാനിവിടെ വന്ന് അമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. ഓഗസ്റ്റ് 11 കഴിഞ്ഞു, വീണ്ടും പ്രാർത്ഥനയിലിരുന്നു, പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ രാവിലെ തൊട്ടിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്, വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. 11 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, റെഡിയായിരിക്കുക, വീഡിയോ കോൾ റെഡിയായിരിക്കുക. അങ്ങനെ വീഡിയോ കോളാണ് വന്നത്, ഫസ്റ്റ് കോള് ഏജൻസിയുടെ, ഇസ്രായേലിൻ്റെ. പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ തോൽപ്പിച്ച പോലെ ആയിപ്പോയി. അതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഈ കോള് വരുന്നൊന്നും കണ്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് 10 മിനിറ്റ് മുന്നേ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും 12:30 വിളിച്ചു, 1:30 വിളിച്ചു. അങ്ങനെ സമയം മാറി വിളിച്ചു. ഞാൻ സുഖനിദ്രയിൽ കടന്നുറങ്ങി. പക്ഷേ ഞാൻ ഈ കോളുകളൊന്നും കണ്ടില്ല. വൈകുന്നേരം 6 മണിയായപ്പോൾ 5:45 സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോൾ ഫോണിൽ കാണുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ കോള് വന്നല്ലോ, നിനക്ക് വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ വന്ന മെസ്സേജിലേക്ക് ഇങ്ങനെ ഇടുക, ഐ ആം സോറി, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാനിങ്ങനെ എഴുതിയിട്ടു. ഞാൻ വളരെ ഇതോടുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാത്രം എന്ത് പറ്റി, ഞാൻ ഉറങ്ങിപ്പോയില്ല, ഇത്രയും ദിവസം ഞാൻ ഉണർന്നിരുന്നു, ആ സമയമായപ്പോൾ എന്നെ ഉറക്കിക്കളഞ്ഞുവല്ലോ. വീണ്ടും രാത്രിയോളം 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കോള് വരും. ആ സമയം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം 20-ാം തീയതി ഞാൻ ഇതുപോലെ 11 മണി ആയപ്പോൾ ഞാൻ വീണ്ടും ഒരുങ്ങിയിരുന്നു. 12 മണിയായപ്പം ഡയറക്റ്റ് കോള് വിളിക്കുകയാണ്. പക്ഷേ ആ ഒരു കോള് ഏജൻസിയുടെ മാത്രമല്ലായിരുന്നു, എന്നെ തിരഞ്ഞെടുത്ത ഫാമിലിയും കൂടി ഗ്രൂപ്പ് കോളായിട്ടാണ് എന്നെ വിളിച്ചത്. തക്ക സമയത്ത് ഞാൻ ആ കോൾ എടുത്തു, അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രീതിയിലാണ്, എനിക്ക് ബേസിക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കൈ പിടിച്ചുകൊണ്ട് ഉപ്പ് വിതറി ആദ്യം തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇരുന്നോട് പ്രാർത്ഥിച്ചു. സ്വർഗാരോഹണ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് യാതൊന്നും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നില്ല, ബേസിക് മാത്രമേ എന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ വിശ്വാസപ്രമാണം ഉറച്ചു ചൊല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാകുവാണ്, നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം കൂടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ പറ്റി. ഒരു 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ചോദ്യത്തിന് ഞാൻ സ്റ്റക്കായി പോയപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിരിച്ചു തന്നെ ഇരുന്നു. ഭയപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എന്ത് മറുപടി പറയും? ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇരുന്നു. എന്നോട് പറഞ്ഞു, പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ, 5 മിനിറ്റ് വീണ്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളം കുടിച്ച് ഞാൻ വന്നിരുന്നു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നിനക്ക് പേഷ്യൻ്റ് റെഡിയാണ്, നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നീ ജെനുവിനാണ്, നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി എന്താണ് ഇവർ പറയുന്നത്? അങ്ങനെ കോൾ കട്ടായി പോവുകയാണ്. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് കോൾ ചെയ്യുന്ന വിളിച്ചിരിക്കുന്നു, നിങ്ങളെ വിളിച്ചിട്ട് എന്തായി? ഞങ്ങളാരും സെലക്ട് ആയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ ആഴ്ച കഴിഞ്ഞു. 26-ാം തീയതി ഓഗസ്റ്റ് 26-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 6 പൊതി ചോറ് വെച്ച് ഞാൻ വീട്ടിൽ രാവിലെ അമ്മയോട് പറഞ്ഞു, നമുക്ക് കോട്ടയത്തുള്ള നഗരത്തിൽ നിർധനരായ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 6 പൊതി ചോറ് കൊണ്ട് കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എൻ്റെ ജന്മദിനമായിക്കൊണ്ട് ഞാൻ 6 പൊതി ചോറ് 6 നിയോഗങ്ങൾ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോട്ടയം നഗരം വഴി നടന്നു. നിർധനരായ 6 പേരെ കണ്ടെത്തി ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണമേ. വിളിച്ച ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകുകയാണ്. അങ്ങനെ വൈകുന്നേരം 7:30 കഴിഞ്ഞ് 8 കൂടിയായപ്പം എന്നെ വിളിക്കുന്നു. എൻ്റെ വിസായും എൻ്റെ മദാഷായും എൻ്റെ ജോബ് ഓർഡറും റെഡിയായി, നീ എത്രയും വേഗം ഇവിടുന്ന് കയറിപ്പോരുക എന്ന്. അങ്ങനെ ഞാൻ യേശുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നടന്നാലും ഇനിയും എനിക്ക് വേണം 19 ലക്ഷം രൂപ വേണം എനിക്ക് പോകാൻ. പക്ഷേ പൈസയും റെഡിയായില്ല, കയറി പോകാനും പറയുന്നു. അങ്ങനെ ഞാനിന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വൈകിട്ട് 10 മണിയോടുകൂടി ഞാനും എൻ്റെ അമ്മയും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കാശ് രൂപം നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഈ 19 ലക്ഷം രൂപയിൽ ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും അവർക്ക്? എനിക്ക് സമയത്തിന് കയറിപ്പോവുകയും ചെയ്യണമല്ലോ, എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു. ആ രാവിലെ 5 മണി വരെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം എൻ്റെ അമ്മ കേട്ടു. അങ്ങനെ
കഴിഞ്ഞ ഞായറായി, തിങ്കളായി, ചൊവ്വാഴ്ചയായി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നീ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, നിൻ്റെ കാര്യം നടത്തിക്കൊള്ളാം, നീ നേരെ കയറിപ്പൊക്കോളുക, പൈസ ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ ഈ വരുന്ന ബുധനാഴ്ച ഞാൻ കയറിപ്പോവുകയാണ്. ഇസ്രയേൽ എന്ന ദേശത്ത് ടെല്ലവീവ് എന്ന സ്ഥലത്ത് പെറ്റ്വാറ്റിക്കോ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ വഴിയായി കിട്ടിയ എനിക്ക് അനുഗ്രഹത്തിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഈ ദേശത്ത് വന്നതുകൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ വന്നു. സന്തോഷത്തോടെ ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നു. 1000 നന്ദി അമ്മയ്ക്കും പരിശുദ്ധ ദൈവകുമാരനും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ അമ്മയ്ക്ക് സാക്ഷിയാക്കി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രേഖ, എൻ്റെ ഹസ്ബൻഡ് റോയ്. ഞങ്ങൾ മാള സെൻറ്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ചർച്ച് ഇടവകാംഗങ്ങളാണ്. ആദ്യമായി എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ബാക്ക് പെയിനായിട്ട്. 2022 ജാനുവരിയിൽ പെട്ടെന്ന് ഒരു ചെടിച്ചട്ടി പൊക്കിയപ്പോൾ ഉണ്ടായ വേദന മൂലം ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ഒന്നും ചെയ്യാനായിട്ട് എഴുന്നേൽക്കാനോ പറ്റാതെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ഡോക്ടേഴ്സിനെ 3 ഡോക്ടേഴ്സിനെ മാറി കണ്ടു. മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, മാറും. അതല്ലാതെ എഴുന്നേറ്റ് നടക്കാനോ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പോലും എനിക്ക് പറ്റാതിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അവൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ഈ ബാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൾജിങ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും വീട്ടിൽ നിന്ന് കുനിഞ്ഞ ഒരു പാത്രം പോലും, ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാകും. അപ്പോൾ നന്നായി റെസ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്താണ് അത് മാറാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. ഇതിന് ശേഷം ഞാനിങ്ങനെ ഉടമ്പടി തൈലം എന്നും പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് ആയപ്പോഴത്തേക്കും എനിക്ക് റിലീഫായി തുടങ്ങി. അങ്ങനെ ഞാൻ 2022 മെയ് മാസം 22-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടിയിൽ മുന്നോട്ട് പോയത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ല. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ് എൻ്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് മാറി. ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നേ വരെ ഞാൻ അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ മരുന്നിന് വേണ്ടി ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ബാക്ക് പെയിൻ വരെയോ ഒന്നുമില്ല. ഞാൻ ഉടമ്പടി തൈലം എന്നും എൻ്റെ തണ്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായി ട്രൈ ചെയ്യുന്നു. 2023 ജൂൺ തുടങ്ങി ഞങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിയാകുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ള ടെൻഷൻ. ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇവിടെ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 23-ൽ ഞാൻ ആദ്യത്തെ VFS എടുത്തു. എനിക്ക് ശരിയായില്ല. 23-ൽ ഞാൻ വീണ്ടും ഫ്ലൂസി വിസയ്ക്ക് വേണ്ടി വെച്ചു. അതിനുശേഷം 22-ൽ ഞാൻ നന്നായി മാതാവിനോട് പ്രാർത്ഥിക്കുവാനും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നന്നായി കേൾക്കുവാനും തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് സാധിക്കും, മാതാവ് ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ 22-ൽ ഞാൻ ഇത് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, ജപമാല ചൊല്ലി തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്കതൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങി. ഇതൊക്കെ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ 24 ഫെബ്രുവരി 22-ാം തീയതി വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു, നന്നായി ജീവിക്കാൻ വേണ്ടി തന്നെ. പുതിയ ഉടമ്പടി എടുത്തു. പുതിയ ഉടമ്പടി നന്നായി പോയി. നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഉടമ്പടി നന്നായിട്ട് ജീവിക്കാനായിട്ട്, ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും കാരുണ്യപ്രവർത്തി. ഞാൻ ഇത്രയും നാളായിട്ട് മറ്റുള്ളവരെ എനിക്ക് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. സങ്കടങ്ങൾ കേൾക്കുമെങ്കിലും ആരെയും പോയി അവരുടെ സങ്കടത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനറിയാതെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ആദ്യമേ തന്നെ
ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കാൽമുട്ടിൽ നിറച്ചും മൊരിയായിരുന്നു. അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ആ മൊരി എന്നെ എല്ലാവരും പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളി വെക്കുമായിരുന്നു. ഒരുപാട് വിഷമിച്ചേക്കണ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിലൊരു നിയോഗമായി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അത് ശരിയാകില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ധാരണയായിരുന്നത്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധ തൈലം ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ കുരിശടയാളം വരച്ച് പുരട്ടുമായിരുന്നു. അതിങ്ങനെ ഒരു റൊട്ടീൻ പോലെ അങ്ങോട്ട് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മൊരിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നണതായിരിക്കും ഇതൊരു വീണ്ടും വരും എന്ന് തോന്നി തുടങ്ങി. പക്ഷേ അത് മുഴുവനും ഇപ്പോൾ എൻ്റെ കാലുമേൽ നിന്ന് ആ മൊരി കംപ്ലീറ്റ് പോയി. ഒരാൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ എൻ്റെ കാലുമേൽ നിന്ന് അത് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് എൻ്റെ കാലുമ്മേ അങ്ങനെ ഒരു സാധനം ഇല്ല. എൻ്റെ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യമായിരുന്നു അത് മാറിക്കിട്ടി. അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ധ്യാനത്തിൽ എപ്പോഴും പറയും നിങ്ങൾ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് എപ്പോഴും കാണിച്ചു തരാറുണ്ട്. എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിനെ പല പ്രാവശ്യം പല ധ്യാനത്തിലൊക്കെ കൂടിയപ്പോൾ ഞാൻ ഈ വ്യക്തിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും ഈ വ്യക്തിയുടെ മുഖമായിരിക്കും എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാം. പക്ഷെ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു അവരുടെ കസിൻസ് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു എന്ന്. അപ്പം എനിക്ക് അങ്ങോട്ട് പോയി ആ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം ഞങ്ങളെ കാണുകയും ഹസ്ബൻഡിനെ കാണുകയും സംസാരിക്കുകയും അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പോലും മെൻഷൻ ചെയ്തുകൊണ്ട് 15 വർഷം എത്തിയ കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞ് വന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ഇപ്പം നന്നായി അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഞങ്ങൾ ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ളത് ഞങ്ങൾ ഒരു ദിവസം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർ പറയും ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന്. അപ്പം ഞാൻ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും മാതാവിന് ആ അപകടം വരുത്താതിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളും 2 പേരും കൂടി 2 വീലർമ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ സ്ലോവിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒത്ത നടുവിൽ നല്ല തിരക്കുള്ള വഴിയാണ്. 5:30 നേരമാണ്. റോട്ടിൽ നന്നായി തിരക്കുള്ള സമയമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഒരു കൊച്ച് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ഒരു സൈക്കിളിൽ വന്ന് എൻ്റെ വണ്ടിയിൽ മുട്ടി. കൊച്ച് വണ്ടിയുടെ അടിയിൽ പോയി. എൻ്റെ കാല് ഒരു വണ്ടിയുടെ അടിയിലേക്ക് പോയി. ചേട്ടൻ പിറകിലിരിക്കണ്ടായിരുന്നു. ചേട്ടൻ്റെ കാലും പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് കൊച്ചിന് എന്തെങ്കിലും പറ്റി, എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ആൾക്കാർ ഓടി വന്ന് വേഗം എടുത്തു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനും ഒരു പോറൽ പോലും പറ്റാതെ ആ കൊച്ചിനും സംഭവിച്ചില്ല, ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കോ ഞങ്ങളുടെ വണ്ടിക്കോ യാതൊരു കുഴപ്പം കൂടാതെ ആ സമയത്ത് മാതാവ് സംരക്ഷിച്ചു ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു എന്ന്. പിന്നെ എപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടാവുമായിരുന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഞാൻ 3 പ്രാവശ്യം പുതുക്കിയിട്ടും എൻ്റെ പേപ്പറുകൾ വെച്ചിട്ട് ശരിയാകുന്നില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം റിജക്ഷനായി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് അതിൽ നാഷണാലിറ്റി തെറ്റായിട്ട് അടിച്ചു വന്നു. എന്ത് ചെയ്താൽ ശരിയാണ്. അപ്പം 4ാമത് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു അടയാളം എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തരണം. അമ്മേനെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ലെങ്കിലും ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകും. എങ്കിലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് 4ാമത് ഞാൻ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാനിവിടെ നിന്ന് പുതുക്കാൻ ബസ് ഇറങ്ങി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ മെയിൻ ഫസ്റ്റ് ഹാളിലേക്ക് കയറുന്നതിനേക്കാളും മുമ്പ് രാവിലെ തന്നെയാണ് വന്നത്. 7:15 സമയം. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്.
അപ്പോൾ ഞാൻ അവിടെയൊക്കെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി, ആരും എങ്ങും വെച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ എനിക്ക് മാതാവിനെ എനിക്ക് എടുക്കാൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ കാര്യം ഈ പുതുക്കലോട് കൂടി മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പോയി. അതിനുശേഷം മെയ് മാസത്തിൽ ഒരു ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 4ഉം 5ഉം എന്നുള്ള ഡേറ്റ് നിങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഡേറ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല ആ സെലക്ട് ചെയ്യാനായിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 7 എന്നുള്ള ഒരു ഡേറ്റും കൂടി മാതാവ് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതി വെച്ചു. 7 എന്നൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ 7 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജൂൺ 7-ാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാവുക, ജൂലൈ 7-ാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാകുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും നന്നായി കാരുണ്യപ്രവർത്തികളും പത്രപ്രവർത്തനം എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവാനുണ്ടായിരുന്നു. അതെല്ലാം വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്കത് ഫണ്ടെല്ലാം റെഡിയായി, എല്ലാം ശരിയായി. ജൂലൈ 26, 27 ആയപ്പോഴത്തേക്കും പേപ്പർ വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലൈ 7-നായിരിക്കും VFS കിട്ടുക എന്ന്. അങ്ങനെ ഞങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ ജൂലൈ 7-ാം തീയതി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എന്നെ മാതാവ് പരീക്ഷിക്കുകയാണോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ 7 അല്ലെങ്കിൽ 7നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം എനിക്ക് VFS കിട്ടുകയാണെങ്കിൽ മാതാവ് അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ ജൂലൈ 21-ാം തീയതിയാണ് എനിക്ക് VFS കിട്ടിയത്. അപ്പോൾ ആ VFSൽ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും വയ്ക്കുമ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്ത് വയ്ക്കും. അത് ഏജൻസാണ് എടുത്ത് വയ്ക്കുന്നത്. അതിലും അവരെടുത്ത് വെച്ചിരുന്ന ഡേറ്റ് സെപ്റ്റംബർ 7 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാതാവ് എനിക്ക് വേണ്ടി കരുതിയ സമയം തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഈ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം 21 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ധ്യാനം കൂടാൻ പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ചേട്ടന് വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ധ്യാനം കൂടാൻ ഇന്നേ വരെ എൻ്റെ കൂടെ വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനങ്ങളൊക്കെ കൂടാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്നെ ഇങ്ങനെ മാതാവിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഫീലിംഗാണ് എന്നോട് പറഞ്ഞത്. മാതാവ് ഞങ്ങളിങ്ങനെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. 21-ാം തീയതി ഞങ്ങൾ VFSന് പോയി. 21-ാം തീയതി VFSന് പോയി. 22-ാം തീയതി നമ്മുടെ VFS ഓഫീസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് എനിക്ക് അവസാനം വരുന്നത്. പിന്നെ ഒരു മെസ്സേജുകളും വന്നില്ല. 25-ാം തീയതി വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് ഉണരണത്. ഇങ്ങനെ എൻ്റെ ഏജൻറ്റ് ഞങ്ങളുടെ വിസ ഞങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഞാനത് വേഗം എഴുതി വെച്ചു. കാരണം ഇനി പറഞ്ഞത് സത്യമാണോ എന്നറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് 26 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു മെസ്സേജുകളും ഒന്നും വരുന്നില്ല. ഓഗസ്റ്റ് 14 രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്നും മെസ്സേജ് വിളിച്ചു, നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട്. ആ സമയത്ത് എനിക്ക് പോയി അന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഏജൻ്റാണ് പോയി അത് വാങ്ങിയത്. ഇതുപോലെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ കളർ പ്രിൻ്റ് ആക്കി എനിക്ക് ആ ഏജൻറ്റ് എൻ്റെ കയ്യിൽ ആ സാധനം തരിക ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അവിടെ ഫലവത്തായി. അതിനുശേഷം എനിക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാനും പൈസയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി. 21-ാം തീയതി എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റും പോകേണ്ട ഡോക്യുമെൻറ്റ്സും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടി. ഈ 7-ാം തീയതി വെളുപ്പിന് 1:10 എൻ്റെ ഫ്ലൈറ്റ്. ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം ആ വൃദ്ധസദനം. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ചയാണ് അവിടെ പോയി അവരുടെ അടുത്ത് പോയി കുറേ നേരം ഇരിക്കും. അവരെ കുളിപ്പിക്കാനോ നഖം വെട്ടിക്കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനും
എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര വിഷമാണ് അവരുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ. ഇപ്പോൾ ഒരാഴ്ച അവർ കണ്ടില്ലെങ്കിൽ എന്തേ മോളെ വരാഞ്ഞെന്ന് ചോദിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മനോഭാവമായിരുന്നു അവരുടെ ഇത്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കാറുണ്ട്. കുട്ടികൾ യൂത്തിന് നന്നായി കൊടുക്കാറുണ്ട്. എല്ലാ മാസവും വന്ന് ഞങ്ങൾ വരിക, അല്ലെങ്കിൽ വരുന്നവരുടെ അടുത്ത് വാങ്ങിച്ച് 3-4 കെട്ട് പത്രം വീതം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി റോഡരികിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിന്ദു ഷൈൻ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഷൈൻ ജോസഫ്. മക്കൾ അലൻ ഷൈൻ, അനീറ്റ ഷൈൻ. ഞാൻ പാലക്കാട് ഡിവൈൻ പ്രൊവിഡൻസ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 26/5/23 എത്ര പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നുള്ളതിലല്ല, ഉടമ്പടി പുതുക്കാറാവുമ്പം ഈ ഒരു നീണ്ട കാലഘട്ടം ഉടമ്പടി പുതുക്കാറാവുമ്പം ഞാൻ കുടുംബം ഒരുമിച്ച് എങ്ങനെ ഇവിടെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും തീക്ഷ്ണതയും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ കുടുംബം ഒന്നിച്ചാണ് ഉടമ്പടി ജീവിതം ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രത്യേകമായൊരു നിയോഗം എന്ന് പറയുന്നത്, അന്ന് എൻ്റെ മകൾ MBBSന് ഫിലിപ്പീൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നു, കൃപാസനത്തെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നു. പക്ഷേ ഇവിടെ വരുവാൻ ഞങ്ങൾ താല്പര്യം കാണിച്ചിരുന്നില്ല. ആ സമയത്ത് മകളുടെ MBBS പഠന കാലഘട്ടങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ നീ ഒരു മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിഞ്ഞാലോചിച്ചില്ല, ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു MBBS പഠനം, ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഈ അൾത്താരയിൽ ഒരു MBBS പഠനം പാസ്സായി എന്നുള്ളതിന് ഇത്രയും അർത്ഥമുണ്ടോ, ഇത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കരുത്. അതിന് കാരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഫിലിപ്പീൻസിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇന്ന് ഡോക്ടർ ഓഫ് മെഡിസിൻ എന്ന സർട്ടിഫിക്കറ്റുമായി അൾത്താരയിൽ അനീറ്റ വന്നിരിക്കുന്നത്. അതിന് കാരണം അവിടെ നടക്കുന്ന അസസ്മെൻറ്റ് മെത്തേഡാണ്. 6 വർഷത്തെ കോഴ്സ് പ്രോഗ്രാമിൽ ഓരോ വർഷവും 2 ടേമായി ഡിവൈഡ് ചെയ്ത് പ്രിലിംസ്, മിഡ് ടേം, ഫൈനൽ, അങ്ങനെ ടോട്ടൽ 6 ഇമ്പോർട്ടൻ്റ് എക്സാംസ് ഒരു വർഷം കുട്ടികൾ ഫേസ് ചെയ്യണം. അതുകൂടാതെയാണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സും വൈവയും അതുപോലെയുള്ള പ്രോഗ്രാംസും ഡ്യൂട്ടിയും എല്ലാം. ഈ ഓരോ എക്സാംസിനും നടക്കുന്ന അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നടക്കുന്നത് പോലെയുള്ള കട്ട് ഓഫ് മാർക്കാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പാസ് മാർക്കായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു 45 മാർക്സ് ഒരു 50 മാർക്സ് ഒരു 60 മാർക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മാർക്ക് അല്ല അവരുടെ പാസ് മാർക്ക്. എക്സാം കഴിയുമ്പോൾ കുട്ടികളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കും ഈ എക്സാമിനേഷന് എത്രയാണ് പാസ് മാർക്ക് കൊടുക്കേണ്ടത് എന്ന്. അങ്ങനെ ഓരോ കുട്ടികളും ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ മുകളിൽ ആരും കയറിപ്പോകരുത്. അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ഒട്ടും ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുട്ടികൾക്ക് ആരും മുകളിൽ കയറരുത്, കട്ട് ഓഫ് കയറിപ്പോവും. കട്ട് ഓഫ് കയറിപ്പോയി കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ താഴെ വന്ന ഫെയിലാണ്. ഇനി ഈ ഫെയിലിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഫെയിലായി കഴിഞ്ഞാൽ ഒരു വർഷം ഇയർ ബാക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒരു വർഷം ഇയർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, 6 വർഷത്തെ പ്രോഗ്രാം, ഒരു വർഷം ഇയർ ബാക്ക് എന്ന് പറഞ്ഞാൽ വിത്ത് എഗെയിൻ നമ്മൾ ഫീസോട് കൂട്ടി കുട്ടികൾ പഠിക്കണം. ഇവിടെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു സംഗതി ഞങ്ങളുടെ ജീവിതത്തിൽ, അനീറ്റയുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വർക്കൗട്ടായത്. ഞങ്ങൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി എന്ന് പറയുന്നത്, കൃപാസനത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പടച്ചട്ട എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ക്രൈസിസ് വന്നാലും ആ പടച്ചട്ട വിശ്വാസം, പ്രഖ്യാപനം, പ്രയോഗം, ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിലൂടെ ഞങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അധ്വാനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ അവരുടെ പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതാണ് അനീറ്റയും ഞങ്ങളുടെ മറ്റു കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നത്. അവളുടെ കഷ്ടപ്പാടുകൾ അത്രയും തന്നെ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൾ പ്രഖ്യാപിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാംസ് കഴിഞ്ഞു. ഇപ്പോൾ പാസ് ഔട്ട് ആയിരിക്കുന്നത് 29 ടോട്ടൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് 29 ഉള്ളിടത്ത് ആകെ 6 കുട്ടികൾ പാസ്സായി. അപ്പോൾ എന്താണ് വ്യത്യാസം? ബാക്കി കൂടെയുള്ള കുട്ടികളൊന്നും തന്നെ പഠിക്കാത്ത കുട്ടികളോ ബിലോ ആവറേജ് കുട്ടികളോ അല്ല. നമുക്ക് ഊഹിക്കാം, MBBS പോലുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം കുട്ടികളുടെ
അവരുടെ ആ ഒരു IQ ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റുഡിയസ് ലെവൽ എത്രയായിരിക്കും നമുക്ക് ഊഹിച്ചെടുക്കാം. എല്ലാം എബോവ് ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ. പക്ഷേ അവരിൽ നിന്ന് അനീറ്റയെ വ്യത്യസ്തമാക്കിയത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ വ്യത്യസ്തമാക്കിയത് ഞങ്ങൾ ഉടമ്പടി എന്ന പടച്ചട്ട എടുത്ത് ധരിച്ചു എന്നുള്ളത് മാത്രമാണ്. ആ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ഞങ്ങൾ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടുകയാണ്. അവൾക്ക് ഇത് പോരാതെ ഈ 6 വർഷത്തെ ഞാൻ പറഞ്ഞു, ഈ 6 വർഷത്തെ ഈ കോഴ്സ് പ്രോഗ്രാമിൽ ഇത്രയധികം എക്സാംസും കഴിഞ്ഞതിന് ശേഷം എഗെയിൻ റീവാലിഡ എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ ഉണ്ട്. ഈ 6 വർഷത്തെയും കോഴ്സുകൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഈ റീവാലിഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തീസിസ് പോലെ ഒരു പേപ്പറാണ്. 6 വർഷത്തെ ഒരുമിച്ച് ഒരു എക്സാമിനേഷൻ ഫേസ് ചെയ്യണം. ആ എക്സാമിനേഷൻ്റെ സമയത്ത് അനീറ്റ എഴുതുന്ന പേപ്പറിൽ മാതാവിൻ്റെ ഒരു നീല കളർ ഒരു മാതാവിൻ്റെ ഒരു കളർ അവർ എഴുതിക്കൊണ്ടിരുന്ന പേപ്പറിൽ കാണിച്ചു. അത് അവൾക്കൊരു അടയാളമായി കിട്ടി. അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ അവളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ 6 വർഷത്തെ അധ്വാനം വേസ്റ്റാവും ഈ റീവാലിഡയിൽ ഫെയിലായി കഴിഞ്ഞാൽ. എഗെയിൻ 1 വർഷം പുറകോട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കൂട്ടത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു അടയാളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അന്ന് അവിടെ എക്സാമിനേഷൻ എഴുതുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് അടയാളമായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ്. ഒത്തിരി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ജോസഫ് അച്ഛനെ ഇതിന് പലപ്പോഴും ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് അടയാളം തന്നാണെന്ന്. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നു. അച്ഛൻ 2 വാക്ക് വളരെ പുഞ്ചിരിയോടുകൂടി, അനുഗ്രഹമുള്ളൊരു പുഞ്ചിരിയോടുകൂടി എന്നോട് ചോദിച്ചു, എന്താണ് അവളുടെ പേര്, എവിടെയാണ് പഠിക്കുന്നത്. ഇത് 2 ഞാൻ അച്ഛൻ ചോദിച്ചുള്ളൂ. പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ വളരെ ക്ഷമയോടെ എൻ്റെ കാര്യങ്ങൾ, അച്ഛൻ ഒരു വാക്കും വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അടയാളമായിട്ട് അത് കിട്ടി. അങ്ങനെ റീവാലിഡയിലും ഉയർന്ന സ്കോറോടുകൂടി അനീറ്റ പാസ്സായി. ഇന്ന് മാതാവിന് സമർപ്പിക്കാനായിട്ട് സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ച മറ്റൊരു സാക്ഷ്യമാണ് എൻ്റെ മകൻ്റെ ജോലിയിലുള്ള ഉയർച്ച. അത് ജോലിയിൽ കയറിയിട്ട് വളരെ ബിഗിനറായിട്ടുള്ള മകന് ഒട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കെയിലുള്ള ഒരു സാലറി പാക്കേജിലല്ല, ഏറ്റവും വളരെ ഉയർന്നൊരു സാലറി പാക്കേജിൽ ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് മകൻ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഉടമ്പടി എന്ന ജീവിതത്തിൽ എത്തിപ്പിടിച്ചപ്പോൾ, ഉടമ്പടി ജീവിതം കൂട്ടത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വരുന്ന അത്ഭുതങ്ങളുടെ പ്രവാഹമാണ്. ഇനിയും ഒരുപാട് അത്ഭുതങ്ങളുണ്ട് പറഞ്ഞു തീർക്കാനായിട്ട്. അത് രോഗസൗഖ്യങ്ങളാകട്ടെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതെല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പടച്ചട്ട ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് ഇവിടം വരെ വന്നിരിക്കുന്ന അമ്മയോടുള്ള നന്ദി പറയാൻ നിങ്ങളുടെയൊക്കെ മുൻപിലായിട്ട്. ഉടമ്പടി നമുക്ക് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും ആനന്ദത്തിലും ക്രൈസിസിലും എല്ലാം എടുത്തു ധരിക്കാൻ പറ്റുന്ന ഒരു പടച്ചട്ടയാണ്. അതിനെ നിങ്ങൾ ആരും വിട്ടുകളയരുത്, മുറുക്കെ പിടിക്കുക. ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും, ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്, എങ്ങനെ ഇതൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന്. ബീങ് ക്രിസ്ത്യനായിട്ട് പോലും ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു, ഓരോ 3-ാമത്തെ ദിവസം മുടങ്ങാതെ 3-ാമത്തെ മാസം ഒരു ഡേറ്റ് എങ്ങനെ വ്യത്യാസമായ പിന്നെ ആകെ അങ്കലാപ്പും അസ്വസ്ഥതകളുമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എത്താൻ പറ്റുന്നില്ല, എത്താൻ പറ്റില്ല. എങ്ങനെയും വെരി നെക്സ്റ്റ് ഡേ ഞങ്ങളിവിടെ ഞാനും ഹസ്ബൻഡും കൂടെ എത്തും, ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ പുതുക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന, ഞങ്ങളുടെ ജീവിതത്തെ ധന്യപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന പരിശുദ്ധ അമ്മ. ഇതെല്ലാം സാധിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. കൃപാവരത്തിൻ്റെ സിംഹാസനമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ ഏറ്റവും തീക്ഷ്ണതയോടെ, ഏറ്റവും ആഗ്രഹത്തോടെ, കൊതിയോടുകൂടി അമ്മയെ സമീപിച്ചു. അമ്മയോട് പറഞ്ഞു, ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അമ്മേ, എൻ്റെ കുടുംബത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അത്രയും വെരി സിമ്പിളായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയിലൂടെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഇത് കണ്ടിട്ട്, ആനന്ദം കണ്ടിട്ട് ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയ ആനന്ദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയുടെ സമയത്ത്, അത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പുരോഹിതൻ സ്ഥാപകവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞൊഴുകും. അതുപോലെ വിശുദ്ധ കുരിശിൽ, അൾത്താരിയിലൊക്കെ പോയി ആരാധനാ ചാപ്പലുകളിലൊക്കെ വിശുദ്ധ കുരിശിൽ നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകും. ഇതെനിക്ക് പരിചയക്കാരിയ്ക്കുന്നിടത്ത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ എൻ്റെ ഇടവകങ്ങളിൽ ഇരിക്കുന്നിടത്ത് പോകുമ്പോൾ എനിക്ക് ഡൗട്ട് ഇതാണ്, ദൈവം ഇവരെന്ത് വിചാരിക്കും, ഞാൻ വേറെ എന്തെങ്കിലും വലിയ പ്രാരാബ്ദങ്ങൾ ഓർത്ത് കരയാണ്. അല്ല, ഞാനും ഈശോയും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ, ആ ഒരു ലവ്, ആ ഒരു കമ്പാഷനാണ് അവിടെ ഡിറൈവ് ചെയ്ത് വരുന്നത്. അത് ഫീൽ ചെയ്തു തുടങ്ങി. അത് കുർബാന എന്നത് ആസ്വദിക്കാൻ പറ്റി തുടങ്ങിയത് ഉടമ്പടി ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. അതാണ് അതിൻ്റെ രത്നചുരുക്കം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ അൾത്താരയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ ഞങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ 3-ാമത്തെ മാസം വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകുന്ന പേപ്പറുകൾ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ കൊടുക്കാറുണ്ട്. പറയാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു മടിയും കൂടാതെ പറയാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് സഹോദര തുല്യമായിട്ട് എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ജാസ്മിൻ. ഞാനും ജാസ്മിനും എല്ലാ ആഴ്ചയും അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലുകൾ, അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കലാവട്ടെ, രോഗികളെ സന്ദർശിക്കലാവട്ടെ, അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നതാവട്ടെ, പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒരു ജീവമൂല്യമായിട്ട്, ആത്മാവിൻ്റെ ജീവനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ അങ്ങനെ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും ഉയർച്ച തന്ന ഈശോനും മാതാവിനും ഒത്തിരി നന്ദി. 6 years കോഴ്സിൽ എസ്പെഷ്യലി റിവാലിഡ പാസ് ചെയ്ത് തന്നതിന് ഒത്തിരി നന്ദി. കാരണം ഓറൽ റിവാലിഡ പറഞ്ഞ ഒരു എക്സാമും കൂടി ഉണ്ടായിരുന്നു. അതിലെനിക്ക് കിട്ടിയത് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ടെററായ ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ എനിക്ക് റിട്ടേണിൽ ദൈവം ഒത്തിരി സഹായിച്ച് ഞാൻ ഔട്ട്റൈറ്റ് പാസ്സായി.